ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ടും അതുപോലെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇതിലേക്ക് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് അളവിലും ചെയ്യാം കേട്ടോ. ഞാനിവിടെ 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1.5 ഗ്ലാസ് ആട്ടപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ആട്ടപ്പൊടിക്ക് പകരം നല്ല തവിടുള്ള ഗോതമ്പ് പൊടി നിങ്ങൾക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ റവയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാവ് കലക്കിയെടുത്തതിന് ശേഷം ചേർത്താലും മതി. ഞാനിപ്പോൾ തന്നെ മാവിൽ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. മുട്ട നന്നായിട്ട് പതഞ്ഞ് കിട്ടുന്ന വരെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇതിന് ശേഷം മുട്ടയുടെ ഒരു ഫ്ലേവർ പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു ഫ്ലേവർ മാവിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചൂടായ പാനിൽ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരു സവാള, അതുപോലെ ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്ത് എന്ത് വെജിറ്റബിൾസ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു ഭാഗം ഒന്ന് റെഡി ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 2 ഭാഗം റെഡിയായി വരുന്ന സമയത്ത് പാനിന്ന് കോരി മാറ്റുക. വളരെ ഈസിയാണ്. തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യോ ഓയിലോ എന്തെങ്കിലും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഓയിൽ തുള്ളി പോലും ചേർത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചുട്ടെടുക്കുക. കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെയ്യോ ബട്ടറോ തേച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. Okay.